Students, welcome back to my class. So today we were going to discuss about ingestatory apparatus of paramecium. Okay, so ingestatory apparatus means it is the food collecting apparatus of paramecium. It's also known as oral apparatus അല്ലെങ്കിൽ ingestatory apparatus. അപ്പോൾ നമ്മൾ അന്ന് പാരമീസിയത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങളിവിടെ ഒരു എന്താണ് ഫുഡ് ക്യാപ്ചറിനുള്ള ഓർഗൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്ത് ഇൻഡസ്ട്രിയൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഓറൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ paramecium has a well-organized food collecting apparatus. It starts from a shallow ciliated groove on the ventral side known as oral or peristomial groove. നമ്മൾ പിക്ചറിൽ കണ്ട പോലെ തന്നെ അവിടുന്ന് ഒരു വെൻട്രൽ സൈഡിലാണ് കാണുന്നത് ആൻഡ് ഒരു ഷാലോ സീലിയേറ്റഡ് ഗ്രൂവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് നോൺ ആസ് ഓറൽ ഗ്രൂവ് അല്ലെങ്കിൽ പെരിസ്റ്റോമിയൽ ഗ്രൂവ്. ഓക്കെ, ഫോളോയിങ് ദിസ് ഈസ് എ സിലിണ്ടറിക്കൽ ക്യാവിറ്റി കോൾഡ് ഗള്ളറ്റ്. അത് കഴിഞ്ഞ് നമുക്കൊരു സിലിണ്ടറിക്കൽ ആയുള്ള ക്യാവിറ്റി കാണാം. This is a cylindrical cavity. This cavity is known as gullet എന്ന് പറയും. ഈ cavity നമ്മൾ gullet എന്ന് വിളിക്കും. Gullet leads to a tubular part known as cytopharynx through a small opening called cytosome. Gullet പോകുന്നത് എവിടേക്കാണ്? ഒരു ട്യൂബുലർ പാർട്ടിലേക്കാണ്, സൈറ്റോഫാരിങ്സ്. ആ സൈറ്റോഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്. ആ സ്മോൾ ഓപ്പണിങ്ങിനെ നമ്മൾ സൈറ്റോസോം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഫുഡ് കളക്ടിങ് അപ്പാരറ്റസിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓറൽ ഗ്രൂവ് ആണ്. അത് പാരമീസിയത്തിന്റെ വെൻട്രൽ സൈഡിൽ കാണുന്ന ഓറൽ ഗ്രൂവ് ആണ്. അതൊരു സീലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സീലിയ കാണുന്ന ഒരു ഗ്രൂവ് ആണ്. ഇറ്റ്സ് നോൺ ആസ് ഓറൽ ഗ്രൂവ് അല്ലെങ്കിൽ പെരിസ്റ്റോമിയൽ ഗ്രൂവ് എന്ന് വിളിക്കുന്നു. ഈ ഗ്രൂവിന്ന് ഒരു ഫണൽ ഷേപ്പ് ഡിപ്രഷൻ കാണാം. ആ ഡിപ്രഷൻ നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ വെസ്റ്റിബ്യൂൾ കഴിഞ്ഞാൽ കാണുന്നത് ഒരു ഗള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ ക്യാവിറ്റിയാണ്. ഗള്ളറ്റ് ലീഡ്സ് ടു എ ട്യൂബുലാർ പാർട്ട് നോൺ ആസ് സൈറ്റോഫാരിങ്സ് ത്രൂ എ സ്മോൾ ഓപ്പണിംഗ് കോൾഡ് സൈറ്റോസോം. ക്ലിയർ ആണല്ലോ? ഗള്ളറ്റിൽ നിന്ന് ഒരു ട്യൂബുലാർ പാർട്ട് ഗള്ളറ്റ് പോകുന്നത് സൈറ്റോഫാരിങ്സ് എന്ന് പറഞ്ഞ ഒരു ട്യൂബുലാർ പാർട്ടിലേക്കാണ്. ത്രൂ അത് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സൈറ്റോസോം എന്ന് പറയുന്നത്. സ്ലൈറ്റ്ലി ബിഹൈൻഡ് ദ സൈറ്റോഫാരിങ്സ് ഈസ് ദ ഏനൽ ഓപ്പണിംഗ് നോൺ ആസ് സൈറ്റോപ്രോക്ട് ഓർ സൈറ്റോഫേജ്. അപ്പൊ സൈറ്റോഫാരിങ്സിന്റെ ബിഹൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് കാണാം? അതിന്റെ ഏനൽ ഓപ്പണിംഗ് കാണാം. ഈ പാരമീസിയത്തിന്റെ ആ ഏനൽ ഓപ്പണിംഗിനെ നമുക്ക് സൈറ്റോപ്രോക്ട് അല്ലെങ്കിൽ സൈറ്റോഫേജ് എന്ന് വിളിക്കാം. ആ സൈറ്റോഫേജ് അല്ലെങ്കിൽ സൈറ്റോപ്രോക്ടിലൂടെയാണ് അൺഡൈജസ്റ്റഡ് ഫുഡ് പാസ് ചെയ്യുന്നത്, അല്ല അൺഡൈജസ്റ്റഡ് റെസിഡ്യൂ പാസ് ചെയ്യുന്നത്. ദ ഇന്നർ സർഫസ് ഓഫ് ഓറൽ ഗ്രൂവ് എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ആൻഡ് ഗള്ളറ്റ് ആർ റിച്ച്ലി സീലിയേറ്റഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ് ആ ഓറൽ ഗ്രൂവിന്റെ ആയാലും വെസ്റ്റിബ്യൂളിന്റെ അതുപോലെ തന്നെ ഗള്ളറ്റിന്റെ ഒക്കെ ഇന്നർ സർഫസ് എന്ന് പറഞ്ഞാൽ റിച്ച്ലി സീലിയേറ്റഡ് ആണ്. വേറെ സൈറ്റോഫാരിങ്സ് ഈസ് നോൺ സീലിയേറ്റഡ്. സൈറ്റോഫാരിങ്സ് മാത്രമാണ് നോൺ സീലിയേറ്റഡ് ആയിട്ട് കാണുന്നത്, അതായത് സീലിയ ഇല്ലാതെ കാണുന്നത്. വേറെ ഓറൽ ഗ്രൂവ് ആയാലും വെസ്റ്റിബ്യൂൾ ആയാലും ഗള്ളറ്റ് ആയാലും റിച്ച്ലി സീലിയേറ്റഡ് ആണ്. ഓറൽ ഗ്രൂവ് ഈസ് beset with exceptionally long and powerful cilia known as peristomial cilia. അപ്പൊ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ മനസ്സിലാക്കാം. അതായത് ഓറൽ ഗ്രൂവിൽ പവർഫുൾ ആയ സീലിയ, ലോങ് പവർഫുൾ സീലിയാണ് കാണുന്നത്. ആ സീലിയനെ നമുക്ക് പെരിസ്റ്റോമിയൽ സീലിയ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് പിക്ചർ. സോ ഓറൽ ഗ്രൂവിന്റെ ലോങ് പവർഫുൾ സീലിയാണ് നമ്മൾ പെരിസ്റ്റോമിയൽ സീലിയ എന്ന് പറഞ്ഞു. ആ പെരിസ്റ്റോമിയൽ സീലിയാണ് ഈ കാണുന്നത്. You can see here there are rows of peristomial cilia. ഒരുപാട് റോ ആയിട്ടുള്ള പെരിസ്റ്റോമിയൽ സീലിയ കാണുന്നുണ്ട്. They are long ആയിട്ടുള്ള റോസ് ആയിട്ട് കാണുന്ന ഒരുപാട് പെരിസ്റ്റോമിയൽ സീലിയ ഓറൽ ഗ്രൂവിൽ കാണുന്നുണ്ട്. ഓക്കെ, then in the vestibule gullet cilia are arranged in four sets. അപ്പൊ നമുക്ക് ഇനി അവിടുന്ന് വെസ്റ്റിബ്യൂളും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു അല്ലേ? അതാണ് വെസ്റ്റിബ്യൂള്. അതായത് ഒരു ഫണൽ ഷേപ്പ് ഡിപ്രഷൻ, ആ ഗ്രൂവിൽ പോകുന്ന ഫണൽ ഷേപ്പ് ഡിപ്രഷനാണ് വെസ്റ്റിബ്യൂള്. അപ്പൊ ആ വെസ്റ്റിബ്യൂളും ഗള്ളറ്റും ഒക്കെ എന്താണ്? സീലിയ. അതിൽ രണ്ടിലും സീലിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് 4 സെറ്റ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 4 സെറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാ നോക്കാം. റണ്ണിംഗ് ട്രാൻസ്വേഴ്സ്ലി അലോങ് ദ റൈറ്റ് വോൾ ഓഫ് ദ ഗള്ളറ്റ് ഫ്രം ദ ജംഗ്ഷൻ ബിറ്റ്വീൻ വെസ്റ്റിബ്യൂൾ ആൻഡ് ഗള്ളറ്റ് ഈസ് എ സീലിയറി മെംബ്രെയിൻ നോൺ ആസ് എൻഡോറൽ മെംബ്രെയിൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഈസ് ദ എൻഡോറൽ മെംബ്രെയിൻ. ഇതാണ് എൻഡോറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതെന്താണ്? റൈറ്റ് വോൾ ഓഫ് ഗള്ളറ്റിൽ കാണുന്നതാണ്. ഫ്രം ദ ജംഗ്ഷൻ ബിറ്റ്വീൻ വെസ്റ്റിബ്യൂൾ ആൻഡ് ഗള്ളറ്റ്. വെസ്റ്റിബ്യൂളിന്റെയും ഗള്ളറ്റിന്റെയും ജംഗ്ഷനിലായിട്ട് കാണുന്ന എന്താണ്? റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു മെംബ്രെയിൻ ആണ് എൻഡോറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അവിടെ സീലിയ അറേഞ്ച് ഉള്ളത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ റോ ഓഫ് സീലിയ. അവിടെ സീലിയ ഒരു സിംഗിൾ റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് മീൻ ബൈ എൻഡോറൽ മെംബ്രെയിൻ? ഇറ്റ്സ് എൻഡോറൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ റണ്ണിംഗ് ട്രാൻസ്വേഴ്സ്ലി അലോങ് ദ റൈറ്റ് വോൾ ഓഫ് ദ ഗള്ളറ്റ് from the junction between vestibule and gullet is a ciliary membrane known as endoral membrane. അത് രണ്ട് വെസ്റ്റിബ്യൂളിന്റെ ഗള്ളറ്റിന്റെ ഇടയിലായിട്ട് കാണുന്നതാണ്. അവിടെ സീലിയ എന്ന് പറയുന്നത് സിംഗിൾ റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
Running along the left wall of the gullet are two ciliary bands, dorsal penicillus and ventral penicillus. Okay. ലെഫ്റ്റ് wall of gulletൽ എന്ത് കാണുന്നുണ്ട്? 2 ciliary bands കാണുന്നുണ്ട്. ഇതാണ് 2 ciliary bands എന്ന് പറയുന്നത്. ഇതാണ് enteral membrane. This is the enteral membrane. ഇതാണ് enteral membrane എന്ന് പറയുന്നത്. ഇതാണ് dorsal penicillus and ventral penicillus. Okay. എന്തായിരുന്നു? Running along the left wall of gullet. ഗള്ളറ്റിന്റെ ലെഫ്റ്റ് വാളിലായിട്ട് എന്താണ്? ആ 2 ciliary bands കാണാം. They are dorsal penicillus and ventral penicillus. Okay. These are the dorsal. This is the dorsal penicillus and this is the ventral penicillus. Each of them is formed of 4 rows of fused cilia. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഫ്യൂസ്ഡ് സീലിയാണ്. 4 rows of fused cilia കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം സീലിയ അവിടെ ഫ്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. പിന്നെ പറയാനുള്ളത് റണ്ണിങ് അലോങ് ദ ഡോസൽ വാൾ ഓഫ് ദ ഗള്ളറ്റ് ഈസ് എ സീലിയറി ബാൻഡ് നോൺ ആസ് ക്വാഡ്രുലസ്. ഗള്ളറ്റിന്റെ ഡോസൽ വാളിലായിട്ട് എന്ത് കാണുന്നുണ്ട്? ഒരു സീലിയറി ബാൻഡ് കാണുന്നുണ്ട്. ഇറ്റ്സ് നോൺ ആസ് ക്വാഡ്രുലസ്. ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് 4 rows of cilia. ഓക്കെ. ഡോസൽ വാൾ ഓഫ് ഗള്ളറ്റിൽ എന്ത് കാണുന്നുണ്ട്? ക്വാഡ്രുലസ് കാണുന്നുണ്ട്. അത് ഫോം ചെയ്യുന്നത് 4 rows of cilia. 1, 2, 3, 4 rows of cilia വെച്ചിട്ടാണ് ഈ ക്വാഡ്രുലസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത്രയാണ് ഓറൽ സീലിയറി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് ഓഫ് പാരമീസിയം എന്ന് പറയുന്നത്. സോ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻജക്ഷൻ, ഫുഡ് ഇൻജക്ഷൻ, അതായത് ഫുഡ് കളക്ടിങ് അപ്പാരറ്റസ് ഓഫ് പാരമീസിയം ആണ്. ഒരു വെൽ ഓർഗനൈസ്ഡ് ആയുള്ള ഫുഡ് കളക്ടിങ് അപ്പാരറ്റസിന്റെ പാരമീസിയത്തിൽ കാണുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഷാലോ സീലിയേറ്റഡ് ഗ്രൂവ് ഓൺ ദ വെൻട്രൽ സൈഡ് നോൺ ആസ് പെരിസ്റ്റോമിയൽ ഗ്രൂവ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഓറൽ ഗ്രൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എന്ത് കാണുന്നുണ്ട്? ഒരു ഡിപ്രഷൻ കാണുന്നുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞ ഫണൽ ഷേപ്പ് ഡിപ്രഷൻ കാണാം. വെസ്റ്റിബ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ഗള്ളറ്റ് കാണുന്നുണ്ട്. ഗള്ളറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗള്ളറ്റ് പിന്നെ പോകുന്നത് സൈറ്റോഫാരിങ്സിലേക്കാണ്. സൈറ്റോഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിങ്ങിനെയാണ് സൈറ്റോസ്റ്റോം എന്ന് പറയുക. സൈറ്റോഫാരിങ്സിന്റെ ബിഹൈൻഡ് ആയിട്ട് നമുക്കൊരു ഏനൽ ഓപ്പണിംഗ് കാണാം. ഇറ്റ്സ് നോൺ ആസ് സൈറ്റോപ്രോക്ട് അല്ലെങ്കിൽ സൈറ്റോഫേജ് കാണാം. അതിലൂടെയാണ് അൺഡൈജസ്റ്റഡ് ആയുള്ള റെസിഡ്യൂ പാസ് ചെയ്യുന്നത്. ഇന്നർ സർഫസ് ഓഫ് ഓറൽ ഗ്രൂവില് അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളിലായാലും ഗള്ളറ്റിലായാലും ഒരുപാട് സീലിയ കാണുന്നുണ്ട്. അത് ആ സീലിയയുടെ അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞത്. ഓറൽ ഗ്രൂവില് എക്സെപ്ഷണലി ലോങ് ആൻഡ് പവർഫുൾ സീലിയ ആണ് കാണുന്നത്. അതിനാണ് പെരിസ്റ്റോമിയൽ സീലിയ എന്ന് പറയാം. ദിസ് ഇസ് ദ പെരിസ്റ്റോമിയൽ സീലിയ. ഓറൽ ഗ്രൂവിൽ കാണുന്ന ലോങ് ആൻഡ് എക്സെപ്ഷണലി ലോങ് ആയിട്ടുള്ള പവർഫുൾ സീലിയ. ദിസ് ഇസ് ദ പെരിസ്റ്റോമിയൽ സീലിയ. പിന്നെ വെസ്റ്റിബ്യൂളും ഗള്ളറ്റിൽ സീലിയ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 4 സെറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ പിന്നെ പറഞ്ഞത് റണ്ണിംഗ് ട്രാൻസ്വേഴ്സ്ലി അലോങ് ദ റൈറ്റ് വാൾ ഓഫ് ദ ഗള്ളറ്റ് ഫ്രം ദ ജംഗ്ഷൻ ബിറ്റ്വീൻ വെസ്റ്റിബ്യൂൾ ആൻഡ് ഗള്ളറ്റ് ഒരു സീലിയറി മെംബ്രെയിൻ പോകുന്നുണ്ട്. അതാണ് എൻഡോറൽ മെംബ്രെയിൻ. ദിസ് ഇസ് ദ എൻഡോറൽ മെംബ്രെയിൻ എന്ന് പറയുന്നതാണ്. പിന്നെ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സിംഗിൾ റോ സീലിയ. ഒരു സിംഗിൾ റോ സീലിയ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോസൽ പെനിക്കുലസ് അതുപോലെ തന്നെ ലെഫ്റ്റ് വാൾ ഓഫ് ഗള്ളറ്റിൽ എന്ത് കാണുന്നുണ്ട്? 2 സീലിയറി ബാൻഡ്സ് കാണുന്നുണ്ട്. അവിടെ എന്ത് കാണുന്നുണ്ട്? ഡോസൽ പെനിക്കുലസും വെൻട്രൽ പെനിക്കുലസും. ദിസ് ഇസ് ഡോസൽ പെനിക്കുലസ് ആൻഡ് ദിസ് ഇസ് ദ വെൻട്രൽ പെനിക്കുലസ്. ആൻഡ് രണ്ടും ഫോം ചെയ്തിട്ടുള്ളത് 4 rows ഓഫ് ഫ്യൂസ്ഡ് സീലിയ വെച്ചിട്ടാണ്. പിന്നെ ഇത് കൂടാതെ ഡോസൽ വാൾ ഓഫ് ഗള്ളറ്റില് സീലിയറി ബാൻഡ് കാണുന്നുണ്ട്. ഇറ്റ്സ് നോൺ ആസ് ക്വാഡ്രുലസ്. അത് ഫോം ചെയ്തിട്ടുള്ളത് 4 rows ഓഫ് സീലിയ വെച്ചിട്ടാണ്. ഓക്കെ. അത്രയാണ് ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഓറൽ സീലിയറി അപ്പാരറ്റസ് ഓഫ് പാരമീസിയം. ഓക്കെ.